ആലോചിക്കാറുണ്ട്, ഒരു തവണെങ്കിലും ഒറ്റ തവണെങ്കിലും ഇവർക്കൊരു പണി കൊടുക്കണം. എന്തായാലും ഇവരായാലും സ്കൂളിലൊക്കെ പണ്ട് കളിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മളെ പോലെ ഇപ്പോഴും കളിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇവര് കുറെ മുന്നേ ആയിരിക്കും ഈ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടാവും. വർഷങ്ങൾക്ക് മുന്നെയാണ് കളിച്ചത്. ചെറുപ്പത്തിൽ കളിച്ചാണ്. അപ്പൊ ഇന്ന് ഇവര് 3 പേരും തമ്മിൽ ഏറ്റുമുട്ടാൻ വേണ്ടി പോവാണ്. അതെ, അപ്പൊ നമ്മള് നമ്മുടെ വീല്, അതായത് അക്ഷരങ്ങൾ മൊത്തം എഴുതിയിട്ടുള്ള വീല് ഇതേ ഫ്രണ്ടിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ വീലൊക്കെ കറക്കിയിട്ട് ഒരു അക്ഷരമൊക്കെ കിട്ടിയ ആ അക്ഷരം വെച്ചിട്ട് നെയിം, പ്ലേസ്, തിങ്സ് ഇത് മൊത്തത്തിൽ എഴുതണം. ഇവർക്ക് എന്താ പറയാ മെയിൻ പ്രശ്നം, ഇവരോട് ഈ ചാലഞ്ച് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞപ്പോ തന്നെ ഈ എങ്ങനെയായിരുന്നു ആ എങ്ങനെയായിരുന്നു എഴുതാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. കാര്യം ഇപ്പൊ അധികം ഇങ്ങനെ മലയാളത്തിൽ എഴുതാത്തത് കൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ കുറെ എഴുതി പഠിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. ഞങ്ങൾക്ക് അറിയാം ഞങ്ങളത്ര വരില്ലാന്ന്, പക്ഷെ എന്തായാലും ഇവരെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. കടിച്ചപ്പെട്ട വാക്കുകളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗെയിം അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മള് നെയിം പ്ലേസിംഗ് എങ്ങനെ കളിക്കുന്ന വെച്ചാല് നെയിം, പ്ലേസ്, തിങ്, പിന്നെ ആനിമൽ, മൂവി, ഇത്രയും 5 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ മുന്നിലുള്ള ആ കളർ വീല് തിരിച്ചിട്ട് അതിൽ നിന്ന് ഏത് ലെറ്റർ ആണോ കിട്ടുന്നത് ആ ലെറ്റർ വെച്ചിട്ടായിരിക്കും ഇത്രയും സാധനങ്ങൾ നമ്മൾ എഴുതേണ്ടത്. ആരാണോ ഏറ്റവും ആദ്യം എഴുതി കഴിയുന്നത് അവർക്ക് ഓരോരുത്തരുടെ മുന്നിലും ബസർ ഉണ്ട്. ആ ബസർ അമർത്താം. ബസർ അമർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് ബസർ അമർത്തിക്കൊണ്ടേയിരിക്കാം. ബാക്കിയുള്ളവര് എഴുത്ത് നിർത്തണം. അപ്പൊ ഏത് വരെയാണോ എഴുതിയത് അതിനനുസരിച്ച് മാർക്ക് കിട്ടും. പിന്നെ ഒരേ ഉത്തരം ഒരുപോലെ എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക് ഉണ്ടാവും. റൂൾസ് അറിയാം, പക്ഷെ പണ്ട് കളിച്ചതുകൊണ്ട് എനിക്ക് റൂൾസ് അറിയാം. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാണുന്നതാണ്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ? ഞങ്ങൾ അതെ കാണാറുണ്ട്. ഫുൾ റൂൾസ് അറിയാം. ഫസ്റ്റ് നിങ്ങൾ നെയിം, പ്ലേസ്, തിങ്സ്, ആനിമൽ ഓർ ബേർഡ്, മൂവി ഇതൊക്കെ എഴുതണം. സൈഡിന് മാർക്ക് എന്നുള്ള ഒരു പോർഷനും വിടണം. നെയിം, പ്ലേസ്, ആനിമൽ ഓർ ബേർഡ് അത് എനിക്ക് മാറ്റി എഴുതണം. സ്പേസ്, അത് വരച്ച് ശരിയായി. നല്ല തുടങ്ങി. എപ്പോഴത്തെയും പോലെ തന്നെ തുടങ്ങി. വേറെ എഴുതിക്കോ. അങ്ങനെ ഇവരുടെ എല്ലാ നെയിം, പ്ലേസ്, തിങ്, ആനിമൽ, ബേർഡ്, മൂവി ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലേസ്, തിങ്, ആനിമൽ, ബേർഡ്, മൂവി, മാർക്ക് എല്ലാം കൃത്യമായിട്ട് എഴുതിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വരച്ചു വെച്ചു. ഇനി നമുക്കുള്ളത് നമ്മുടെ വീലാണ്. അതിൽ ഒരുവിധം എല്ലാ അക്ഷരങ്ങളും ഉണ്ട്. ഇത് കണ്ടോ, ഷ, പ, ഈ, ട, ത, റ, ജ, വ, ല, ന, ക, മ, സ. പിന്നെ വന്നാൻ തോന്നുന്നു. അത്രയും അക്ഷരങ്ങളുണ്ട്. അപ്പൊ സല്ല് തുടങ്ങിയാലോ? ഓക്കെ, എന്നാ വീല് കറക്കിക്കോളൂ. ഞാനാ തുടങ്ങണ്ടേ? ഓക്കെ ഗൈസ്, ഫസ്റ്റ് അക്ഷരം ചൂസ് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട്. മോനെ രായിലാണ് ഗൈസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ തുടങ്ങാം. 3, 2, 1 ഗോ. ഇവർക്ക് അറിയായിരുന്നു അതൊക്കെ. എല്ലാരും നല്ല എഴുതുണ്ടല്ലോ. അവരുടെ മൻ കോമഡി എന്റെ പോലെ തന്നെയാ. ഒരു അക്ഷരം കിട്ടുമോ അത് വെച്ചൊരു പിടിയാ. സല്ല് ഇവിടെ എല്ലാത്തിനും രാ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ബസർ അടിക്കാൻ മറക്കരുത്, ആദ്യം എഴുതി കഴിയുന്നതാണ്. എക്സാം എഴുതുന്നല്ലോ. അയ്യോ, ഒന്നും കിട്ടുന്നില്ല. അവനായിട്ട് ഇപ്പൊ കഴിയുണ്ട്. ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞത് വേഗം. അവനായിട്ട് തലേ കൈ കിട്ടില്ല. ഒരു അക്ഷരം അടിച്ച് അതും പറഞ്ഞു കഴിഞ്ഞ് മാർക്കും എഴുതി കഴിഞ്ഞിട്ട് ഒരു സാധനം കിട്ടുന്നില്ല. വേഗം വേഗം കോമ്പറ്റീഷൻ ആണ്. വേഗം എനിക്ക് ഓരോന്ന് വരുന്നത് അത് ചിലപ്പോ എനിക്ക് വരൂല. അല്ലെങ്കിൽ ക്യാമറയുടെ പിന്നിൽ നിന്നിട്ട് അത് ഇവിടെ എത്തുമ്പോ അതല്ല. അതാ പറഞ്ഞത്. ഓനവിടെ 4 മൃഗത്തിനൊക്കെ കണ്ടുപിടിക്കല. സ്ഥലമൊക്കെ ഒന്നും കിട്ടില്ല. ഇല്ല. എന്ത് പറ്റി രമണ? ഒരു സാധനം കിട്ടില്ല. സല്ലു ഇവിടെ ഒരു സാധനം കിട്ടാത്തുള്ളൂ കേട്ടോ. ഒന്നും കിട്ടുന്നില്ല. ജുനോ അടിക്കോ കൂപ്പിടിക്കരുത്. ദൈവമേ, ജുനി അങ്ങനെ ബസ്സർ അടിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പൊട്ടും കഴിയും. സല്ല് ഇവിടെ എന്ത് വീരവാദമായിരുന്നു അറിയോ? ഞാൻ ഇവരെല്ലാരും തൂക്കി എറിയും അങ്ങനെയൊക്കെ. ഞാൻ അത്രക്കൊന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞോ? ഞാൻ ചെറുതായിട്ട് ശരിയാണോ? അപ്പൊ
ഇല്ല കിട്ടുന്നില്ല വിചാരിച്ചോലെ എനിക്ക് ഈ തിങ് എന്താണെന്നാണ് അറിയേണ്ടത്. അത് നമുക്ക് വഴിയെ വരാം. സല്ലു തുടങ്ങിക്കോ. രാവിച്ചിട്ടുള്ള പേര് സല്ലൂടെങ്കിയോ വെറൈറ്റി പേരാണ് ഗൈസ്. രാരിച്ചൻ. രക്ഷപ്പെട്ട്. രാമു അതും നൂലിന് രക്ഷപ്പെട്ടില്ല. രാജൻ. എല്ലാവർക്കും 10 മാർക്ക്. രാരിച്ചൻ, രാമു, രാജൻ. പ്ലേസ് രാം വെച്ചിട്ട് എന്റെ അറിവിൽ സ്ഥലമില്ല. ഇല്ല, ഒന്നുപോലും എഴുതിയിട്ടില്ല. രാമപുരം. രാമപുരം. ഓക്കെ, രാമനാട്ടുകര. കിട്ടിയില്ലേ? ഇത്രയും അടുത്ത്. രവിപുരം, രാമപുരം, രാമപുരം. പിന്നെ സ്ഥലമുണ്ട്. ഓക്കെ, ഇനി അടുത്ത തിങ്. അതിലാണ് എനിക്ക് ഭയങ്കര ഇതുള്ള അമലേട്ടനും സല്ലുണ്ടെന്ന്. ഞാൻ പറയാം. രാ വെച്ചിട്ട് രാഗി. എടാ രാഗിയല്ലേ? രാഗിയ. രാഗി. രാഖി. മറ്റേ ഈ കെട്ടുന്ന സാധനം. അല്ല, ഈ രാഗി പുട്ട് അത് രാഗി. എടാ, ഓള് പറഞ്ഞതായിരുന്നെങ്കിൽ നമുക്ക് മാർക്കിങ് കിട്ടും. ഞാൻ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞാ പോരെ. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചല്ലോ. രാഗി എന്ന് എഴുതി കഴിഞ്ഞാൽ മറ്റൊരു രാഗി. അത് അത് രാഗി. രാഖി. അത് രാഖി. അപ്പൊ 0 കേട്ടോ, 0. ഇതെന്താ സാധനം? രാധാ സൂപ്പ്. ഓ, ഇത് ഞാനല്ലേ കാണിച്ചു കൊടുക്ക്. ഇവിടെ തിങ് രാധാ സോപ്പാണ് ഗൈസ്. മറ്റേ സിനിമയില്ലേ സോൾട്ട് ആൻഡ് പെപ്പർ, 2 എന്താ രാധാ, ആ സാധനമാണ് ഇത്. ഓക്കെ, അപ്പൊ തിങ് ഇവിടെ 10 മാർക്ക് കിട്ടും. ജുന എന്താ എഴുതിയത്? രഥം. നാല് ചക്രൊക്കെ ഉള്ള. അടുത്തത് ആനിമൽ ഓർ ബേർഡ്. ഇത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ്. രാപ്പാടി. ഓക്കെ ഏട്ടാ. എനിക്ക് അവിടെ രാപ്പാടിയാ. രാപ്പാടി. എനിക്ക് വേണ്ടി കിട്ടിയില്ല. 5 മാർക്കായി. എനിക്ക് വേണ്ടി കിട്ടിയില്ല. ഇല്ല അയ്യോ മോനെ. 5. ഞങ്ങൾക്ക് 5 ഉണ്ട്. അവരായിട്ട് 0, ഇവർക്ക് 2 പേർക്ക് 5. സിനിമ മൂവിയിൽ എന്താ എഴുതിയേ? ഞാൻ രേഖാചിത്രം. ഓക്കെ ഞാൻ രാവണപ്രഭു. ഓക്കെ, ഞാൻ രാഷ്ട്രം. ഓ, സമാധാനം. സമാധാനം. ആ രാഷ്ട്രം ഉണ്ട്. അതും 10 മാർക്ക്. ചല്ലു നെയിം രാരിച്ചം 10, പ്ലേസ് 0, തിങ് ഉദ്ദേശിച്ചതെല്ലാം എഴുതിയത്, അതുകൊണ്ട് തന്നെ അതും 0ആണ്. ആനിമല് രാപ്പാടി ഇവിടെ 5ആണ് കിട്ടിയത്. കാര്യം ജുനു രാപ്പാടി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മൂവി രേഖാചിത്രം. അപ്പൊ 10, 20, കൂട്ടാനൊന്നുമില്ല. 25 മാർക്ക്. 25 മാർക്ക്. ഇവിടെ അവനായിട്ട് പോലെ തന്നെ തുടക്കത്തിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. നെയിം രാമുന് 10, പ്ലേസ് രാമപുരം 10, തിങ് രാധാ സോപ്പ് 10, ആനിമൽ ഒന്നും കിട്ടിയില്ല. മൂവി രാവണപ്രഭു 10. അപ്പൊ 40 മാർക്ക്. ഓ മൈ ഗോഡ്. ജുനു എഴുതിയത് നെയിമില് രാജൻ 10, പ്ലേസ് രാമനാട്ടുകര 10, തിങ് രഥം 10, ആനിമൽ ബേർഡില് രാപ്പാടി 5, മൂവി രാഷ്ട്രം 10. അപ്പൊ ടോട്ടൽ 45. അപ്പൊ ജുനു ആണ് ഇതിൽ സ്കോർ ചെയ്തിട്ടുള്ളത് 45 മാർക്ക്. സല്ലി ഈ ഭാഗത്തേക്ക് ഇവർ ഞാൻ അടുത്ത റൗണ്ടിൽ പിടിക്കാൻ നോക്കും ഗൈസ്. പക്ഷെ എനിക്ക് നടക്കും തോന്നുന്നു. അടുത്തത് ഞാനല്ലേ. രാ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വെട്ട ഗൈസ്. എനിക്ക് ഈ അക്ഷരം കാണണ്ട. ഓക്കെ, ഞാൻ അടുത്ത അമ്പലം. ഞാൻ ഇങ്ങനെ നടുവില് ഇതിനൊരു ശാസ്ത്രീയ വശമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ചിന്ത. ഇങ്ങനെയാ. വാളി. അടിപൊളി. 3, 2, 1, go. ഒന്നുമില്ല. കണ്ടിന്യൂ. മക്കളെ വേഗം എഴുതിട്ടോ. മക്കളെ സ്ലോ ആണ്. ഞാൻ പറയും നിങ്ങൾ രണ്ടാളും സ്ലോ ആണ്. നേരത്തെ റൗണ്ടിൽ സല്ലു ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ നിന്നേടാ. സ്റ്റക്കായി പോയി പാവം. ചല്ലു തുടങ്ങിയോ? ഓക്കെ, ഞാൻ തുടങ്ങാം. നെയിം തങ്കു. ജസ്റ്റ് മിസ് തങ്കം. അയ്യാ കണ്ടുണ്ട്. ഞാൻ താമര. താമര എന്ന പേരുണ്ട്. ഉണ്ടായിട്ടുണ്ട്, പേടിക്കുന്നു വേണ്ട. 10 മാർക്ക്. സ്ഥലം താനൂര്. ഉണ്ട്. കുതിരവട്ടാണോ ഉദ്ദേശിച്ചത്? മാറിപ്പോയി. കുതിരവട്ട സ്ഥലവും, അതായത് സിനിമേന്റെ പേരെല്ലാം കൂടി ബ്ലെൻഡ് ആയിട്ട് താളവട്ട. ഞാനതാ ഏന്ന് വെച്ചത്. ഞാൻ വിചാരിച്ചത് താളവട്ട സ്ഥലം ഉണ്ട്. തളിപ്പുറം വരിക മതിയേനു. 0. അല്ല, ഞാൻ ആ ഭാഗത്തേക്കല്ല, ഞാൻ താമരശ്ശേരിയിലേക്ക്. താമരശ്ശേരി. രാമനാട്ടുകാര താമരശ്ശേരി. ശരി. എഴുതാൻ പോയതാ. ആണല്ലേ? ആ അപ്പൊ നീ ഇത് എഴുതുന്ന തോന്നിയോ? ഞാൻ എഴുതിയില്ല. അതിനും 10 പോയിന്റ്. നീ തിങ്. തങ്കം. സ്വർണം. തങ്കം. ഞാൻ താമര. താമര. ഞാൻ തക്കാളി. സമാധാനം. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ തവള.
താറാവ്. അവനായിട്ട് മാത്രം 0, അവർക്ക് രണ്ടുപേർക്ക് 10. മൂവി താളവട്ടം. എടാ അതുണ്ടാ താളാ ഇതിലാണ് ഞാൻ തിളക്കം ഉദ്ദേശിച്ച് ചെയ്തതിന് പക്ഷേ താ മാത്രം ഇവിടെ വന്നുള്ളൂ ഗൈസ്. ബാക്കി എഴുതാൻ പറ്റിയുള്ളൂ. നേരത്തെ കൂടി പിടിച്ചടക്കി. ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു. ഇനി അടുത്ത റൗണ്ടിൽ ശക്തമായി തിരിച്ചു ഒന്നും പോകുന്നു. പറയില്ല. ഒന്നൊരു 20 മാർക്ക്. മലേട്ടാ 5ന്റെ കഴിഞ്ഞ മറ്റേ ചാലഞ്ചിലൊക്കെ ഉള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ നിങ്ങളത് വളരെ മോശമാണ് മലേട്ടാ. തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു ചിട്ട പോലെ ആവണ്ടേ. അതെ ഞാൻ വിചാരിച്ചു തുടക്കത്തിൽ എന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു, പക്ഷെ ഇതിപ്പോ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. മോശമാണ് മലേട്ടാ. അടുത്ത ഞാനല്ലേ? അപ്പൊ വെട്ടിക്ക് താഴെ 40. ഗൈസ് ജുൻകാക്ക് 40 മാർക്ക്, അമലേട്ടന് 20 മാർക്ക്, കാക്ക് 50 മാർക്ക്. അപ്പൊ ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. വ്യക്തിയാണ്. ഓക്കെ, ഇനി ജൂനു കറക്കാം. അപ്പൊ താഴെ മുകളിൽ തുടങ്ങാം അല്ലേ? ചിക്കണേ. നിങ്ങൾ എനർജി ഇല്ലാതെ ഇങ്ങനെ നല്ല കറക്കി കൂടെ. അയ്യോ. 3, 2, 1 go. അയ്യോ പേരന് കിട്ടുന്നില്ല. ആർക്കാ പേരിട്ടില്ല എന്നിട്ട് ആ ചെറിയ ഇത് വെച്ചിട്ട് അതിന്റെ ഒരു വേറൊരു സാധനം കൂടെ ഇട്ടിട്ട് ഒരു പേരുണ്ടാക്കി. അതെ ബുദ്ധി വേഗം വേഗം പറഞ്ഞെടുക്കാൻ തോന്നില്ല ഇവിടെ. ഇത് നമുക്ക് ഇങ്ങനെ ബാക്കിൽ നിൽക്കുമ്പോ നമുക്ക് ഓരോന്ന് വരും, പക്ഷെ ഇവിടുത്തെ ഇരുന്ന് എഴുതുമ്പോ നമുക്ക് അത് വരില്ല. അയ്യോ റാ വെച്ചിട്ട് ആനിമൽ ബേർഡ് ഒന്നും ഇല്ല. നിങ്ങൾ ആലോചിക്കണം. പൂജ ഇടണം അതല്ലേ? ഞങ്ങളെന്ത് ചെയ്യാനാ? ഇല്ലല്ലോടാ. സ്ഥലമുണ്ടോ? റാ വെച്ചിട്ട് സ്ഥലമുണ്ടോ? ഇഷ്ടംപോലെ പൊത്തി വെച്ചാൽ 5 തരണ്ട് പക്ഷേ ആനിമൽ അല്ലാത്തതുണ്ട്. ഓ അപ്പൊ നിങ്ങൾക്ക് ബാക്കിയൊക്കെ കിട്ടി, സല്ലൂരാണ് സ്ഥലം കിട്ടാത്തത്. അതാണ് അതിന് മനസ്സിലാക്കിയത്. കിട്ടിയില്ലല്ലോ. ഷാമി ആലോചിച്ച് എവിടെ എത്തി? അല്ല റാ വെച്ചിട്ട് ആനിമൽ ബേർഡ് ആലോചിക്കുന്നു. അല്ലാത്ത കിട്ടിയില്ല നിങ്ങൾ പറഞ്ഞിരുന്നോ? ഇല്ല കിട്ടിയതെന്ന് പറയണം, എന്നിട്ട് മാർക്ക് അല്ല നിങ്ങൾ കണ്ടുപിടിച്ചിരുന്നോ? ഞങ്ങൾക്ക് സല്ലിനെ അത് കിട്ടാനുള്ളൂ. ഒന്ന് ഏത് ആനിമൽ ഓർ ബേർഡ്? ഇവിടെയോ ജുനൂരാ? ഞാനുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി റൗണ്ടിൽ നീണ്ടു. 1 2 3 ഇല്ല ചിലപ്പോ എല്ലാരും കൂടെ ഒരുമിച്ചുള്ള തീരുമാനമാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ല അതെങ്ങനെ മനസ്സിലായി? ഇല്ല ഗൈസ് റാ വെച്ചിട്ട് ആനിമൽ ബേർഡ് ഇല്ല. മൂന്നേരോട് തീരുമാനിക്കും. ഇല്ലല്ലോ ആരെങ്കിലും ഒരാൾ ബസ് ഒന്നും കൂടെ ആലോചിച്ച് 2 മിനിറ്റ്. ഇല്ലടാ എന്നാലും ഇല്ലാതിരിക്കും. എത്ര മൃഗങ്ങൾ പക്ഷികളുള്ള നിങ്ങൾക്ക് റാ വെച്ചിട്ട് ഏതെങ്കിലും ആനിമലോ ബേർഡോ കിട്ടേണ്ട കമന്റ് ചെയ്യാം. ഓരോരോ പക്ഷികളുടെ അക്ഷരങ്ങൾ എടുത്ത് മാറ്റി വെച്ചൊക്കെ നോക്കുന്നുണ്ട്. കിട്ടില്ല അല്ലേ? ജുന ഒന്ന് ഈ ഒന്ന് ഇതാക്കി കൂടി വിട്ടു ഞാൻ വിട്ട് നേരത്തെ പറഞ്ഞില്ല വിട്ടുകിണി. വിട്ട് ഗൈസ് വിട്ട്. അങ്ങനെ ഗൈസ് ഈ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഇനിയിപ്പോ റാ വെച്ചിട്ട് ഓരോന്ന് നമുക്ക് തുടങ്ങാം. നെയിം റാം. റാണി. റാണി. റംസാൻ. 10 ഈശ്വര. പ്ലേസ് റാന്നി. റാഞ്ചിയിലെ അതൊക്കെ ഏത് സ്ഥലം? നോർത്തിലുണ്ട്. നമുക്ക് റോം എഴുതിയാ പോരായിരുന്നു, ഇത് നേരെ തിരിച്ചിട്ടിട്ട്. റാം റോമിലെ റാസൽ ഗെയിം അതൊക്കെ ഉണ്ട്. അതെ റാസൽ ഗെയിം ആണ്. എഴുതിയില്ലേ? ഇനി അടുത്ത് റവ. ഓ എന്താ പോലെ റിസ്ക്. റാഗി വെട്ടിയിട്ട് റസ്ക് എഴുതിയത് അവിടെ. ആ റിസ്ക് ആയോന്ന് വെച്ചിട്ടാണോ? റിസ്ക് ആയതുകൊണ്ട് റിസ്ക് എഴുതിയത്. റംബുട്ടാൻ. റംബുട്ടാൻ. ആനിമൽ ഓർ ബേർഡ് ഇവിടെ ആർക്കില്ല. അപ്പൊ 0. സിനിമ റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഓ ഞാൻ റാഞ്ചിറാം സ്പീക്കിംഗ്. റിപ്പബ്ലിക്. രാഷ്ട്രം റിപ്പബ്ലിക് അങ്ങനത്തെ സിനിമ ഒക്കെ എഴുതുന്നത്. അങ്ങനത്തെ സിനിമകൾ. അപ്പൊ ടോട്ടല് 35. 40 മാർക്ക്. എല്ലാവർക്കും 40 മാർക്ക്. ജിൻകാങ് 35. ഞാൻ എഴുതി.
നിനക്കും 5 നിനക്കും 5. ഓ സാറില്ല 35. അപ്പൊ ജുൻകാക്ക് 35 മാർക്ക്, അമലേട്ടന് 40 മാർക്ക്, കാക്ക 35 മാർക്ക്. അങ്ങനെ റാ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ റാ വെട്ടി. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങളൊരു ഒരു എന്താ പറയാ ഒരു എനർജിക്ക് അല്ലെങ്കിൽ ഒരു ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടി രാത്രി നമ്മൾ കൂടെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അതെ, ഞാൻ കറക്കാൻ പോവാണേ. ഞാൻ കറക്കുന്നെങ്കിൽ വലിയ ഭാഗ്യം ഉണ്ടാവാറില്ല ഗൈസ്. വീണ്ടും രാവിലെ പോയി ഈ കറക്കുന്നതിൽ എനിക്ക് വായിക്കണ്ടാവല്ലോ. നോക്കാം. വെച്ചിട്ട് എന്തൊക്കെ എഴുതും. അമലേട്ട ഭയങ്കര കോൺഫിഡൻസ് ആണ് ഗൈസ്. അയ്യ പോയല്ല ദൈവമേ. പറഞ്ഞു നോക്കിയിരുന്നു. ഓക്കെ, ഈ അക്ഷരം ഭയങ്കര സിമ്പിൾ ആയിരുന്നു തോന്നുന്നു. ചെറിയ രീതിയിൽ ചില സമയത്ത് എഴുതാൻ പറ്റും. എഴുതാൻ പറ്റില്ല. സ്പീഡിൽ എഴുതണോ? ഓക്കെ, ആ തുടങ്ങിക്കോ. നെയിം മീന. ആ മനു. മാത്തൻ. ആരും എടുത്തൂല. പ്ലേസ് മമ്പുറം. ഓ, മാലിദ്വീപ്. മാലിദ്വീപ്. ഓ, മാമലക്കണ്ടം. അതെവിടാ? അതേതാ? അതെവിടെ? മാമലക്കണ്ട ബസ് റൂട്ട് കിട്ടില്ലേ? അത് വാമനപുരം ബസ്. അല്ല, മാമലക്കണ്ട ഉറപ്പില്ലാത്തോണ്ട് അത് എന്തായാലും ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കണം. ഇട്ടിരിക്കുന്നു guys. അതെ ഗൈസ്, നമ്മള് മാമരക്കണ്ടം നോക്കാൻ പോവാണ്. ഉറപ്പ് സ്ഥലമുണ്ട്. മാമലക്കണ്ട ഉണ്ട് ഗൈസ്. മാമരക്കണ്ടം ഉണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി പറഞ്ഞോളൂ. അപ്പൊ 10. ഓക്കേ, തിങ്. മാങ്ങ. ആയി മാങ്ങ. ഞാൻ മസാല ദോശ. പോയി. മാങ്ങ. മാങ്ങ. ഇവര് രണ്ടുപേരും ഭയങ്കര ഒത്തൊരുമ. ഒരേപോലെ എഴുതുന്നത്. മസാല ദോശ. ഓക്കേ, 10 മാർക്ക്. ഇനി ആനിമൽ ഓർ ബേർഡ്? മാൻ. 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 അഞ്ച്. മാൻ, മൈന. മയിലുണ്ട്, മാനുണ്ട്. ആ മാല എഴുതി. മൂവി. മൂവി. മേലെ പറമ്പിൽ ആൺവീട്. എനിക്കറിയാം, ഞാൻ ഇത് നോക്കി ഇരുന്നിട്ട് പോയി. മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഓർക്ക് രണ്ടുപേർക്കാണ് സിനിമ കിട്ടിയത്, അവളേട്ട് കിട്ടിയില്ല. അപ്പൊ 10 ഇട്ടോ. 45. 40. 40. 10, 10, 20, 30, 40. ഓക്കെ, സല്ലുവിന് 40 പോയിന്റ്, 40 എനിക്ക് 40. ജുനുവിന് 40. അമലേട്ടന് 35 പോയിന്റ്, ജുനുവിന് 40 പോയിന്റ്. മാവെട്ട ഗൈസ്. കറക്കിക്കോളൂ, ഐശ്വര്യമായിട്ട്. കറങ്ങട്ടെ. പ്രാർത്ഥന. 3, 2, 1, go. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്ഷരാണ്. വീറും വാശിയോടുകൂടി എന്നാലും ജയിക്കാൻ പറ്റും. അന്ധതയിലേ പോയി. സല്ല് തുടക്കത്തിൽ മാത്രമാണെന്ന് പിന്നോട്ട് ഒന്ന് ചെറുതായിട്ട് പാളിപ്പോയി ഗൈസ്. ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അവരായിട്ട് 5 ഇങ്ങനല്ലേ ഇരുന്നത്. ഓക്കെ, റെഡി. ആ വായിച്ചോ വായിച്ചോ. നെയിം ഈപ്പൻ. ഈപ്പനോ? ഈപ്പൻ. ആ ഓക്കെ. ഇന്ദിര. ഇന്ദിര. ഈശോ. അപ്പൊ അതിന് 10 മാർക്ക് കിട്ടി. ഇനി പ്ലേസ് ഇംഗ്ലണ്ട്. ഓ, ഇരണാവ്. ഇരണാവ്. നിങ്ങള് കണ്ണൂരുള്ള സാധനം. ഈങ്ങാപ്പുഴ. ജുൻക വയനാടാ ഗൈസ്. ജുൻക വയനാട് പോണ റൂട്ട് കൂടെ എനിക്ക് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. സാധനം ചെറുതായിട്ട് പാളിയെന്ന് ഒരു ഡൗട്ട് ഉണ്ട് ഗൈസ്. എന്താണ്? ബസ്സടിക്കും ആലോചിക്കണത്. ഇഞ്ചി. ഇഞ്ചി. ഞാൻ ചെറുതായിട്ട് മിന്നായം പോലെ കണ്ടു. ഇഞ്ചിയ. ഇല. വെറൈറ്റി. അപ്പൊ നമുക്ക് 2 5. ഓക്കെ, അടുത്ത് ഈനാമ്പേച്ചി. ഒന്നും ഒന്നും എഴുതിയില്ല. ഞാൻ എഴുതാൻ പോകുമ്പത്തിന് അടിച്ച്. ഈച്ച. ഓ, ഞാൻ അത് പച്ചിലപ്പാമ്പല്ലേ? ഞാൻ ഈ ആക്കാൻ പറ്റൂലേ? മൂവി ഇന്നലെ. ഇര. ഇര. ഞാനില്ല. ഇല്ല. അപ്പൊ ചുൻകാക്ക് 30 മാർക്കാ. അപ്പൊ ഗൈസ് ഈപ്പം 10, ഇംഗ്ലണ്ട് 10, ഇഞ്ചി 5, ഈനാമ്പേച്ചി 10, ഇന്നലെ 10, ടോട്ടൽ 45.
ഞാൻ ഉണ്ട്. 45. യെസ്. അപ്പം ഇന്ദിര 10, ഇരണാവ് 10, ഇഞ്ചി 5, ആനിമൽ എന്നെ എഴുതിയിട്ടില്ല. മൂവി 10. Okay. ഞാൻ ഈശോ 10, ഈങ്ങാപ്പുഴ 10, ഇല 10 അത്രേ ഉള്ളൂ. ബാക്കി രണ്ടും എഴുതിയില്ല. അപ്പം ടോട്ടൽ 30. എനിക്ക് 30. 35. എനിക്ക് 45 അല്ലേ? എനിക്ക് 45. ഈ ചാലഞ്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം വളരെ നല്ല ചാലഞ്ചാണ്. മാർക്ക് കിട്ടുന്നോണ്ടല്ലേ തുടക്കത്തിലാണ് ഭയങ്കര സങ്കടമായി പോയില്ലോ. ഫസ്റ്റ് തുടക്കത്തിലോ പറഞ്ഞ ഞാൻ ജയിക്കില്ലെന്നൊക്കെ ഒന്നെനിക്ക് ജയിക്കായിരിക്കും. ഈ സംശയം അതെ. അല്ല, നിങ്ങൾ ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാക്കും കാക്കനെ കടത്തി വെട്ടാൻ പറ്റും. നല്ല നല്ല അക്ഷരങ്ങളും ഉണ്ട്. ശ്രമിക്കാം. എനിക്കത്തോടല്ല, എല്ലാം അറിയാം. പക്ഷെ എന്താ ആ ഒരു മൊമെന്റിൽ ആ സമയം കൈ വരയ്ക്കുന്നേ. ഒന്ന് അങ്ങോട്ട് അക്ഷരങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല. ഒരു പ്രാവശ്യം കൈ വർഷം രണ്ടാമത്തെ കൈന്റെ ഉള്ളതില്ല. ഓക്കെ, ഈ വെട്ടിയില്ലേ ഈ വെട്ടിയോ? കല്ല് വളഞ്ഞ് 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 അയ്യോ, ആ വേച്ച് മതി കളിയാക്കി. അത് ചെറുതായിട്ട് വളഞ്ഞു പോയതാണ്. ഇതാണ് ചെറുതായിട്ട് വളഞ്ഞു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്താ വരയിലൊന്നല്ല കാര്യം, പെർഫോമൻസിലാണ്. ഈ എന്താ പിന്നെ ഇതിന്റെ വരട്ട് അത് പെർഫോമൻസ് തന്നാൻ വേണ്ടിട്ടാ. ഇനി അടുത്ത ഞാനല്ലേ ഇനി കറക്കാനുള്ളത്. കറക്കട്ടെ. ഇല്ല. ഓ ഇല്ല, നല്ല കറക്ക്. നല്ല കറങ്ങണം. ഒരു എനർജിയിൽ കറക്കട്ടെ. അത് വീണ്ടും വെട്ടി അക്ഷരത്തിൽ തന്നെ പോയി നിന്ന് ഗൈസ്. അതെ. ല, ല, 2, 1, go. ലാ വെച്ചിട്ട് എഴുതാൻ കൊടുത്ത് കാക്ക നെയിം എഴുതിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെല്ലാം എഴുതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മളെ പോലെ ആലോചിച്ചിരിക്കില്ലല്ലോ. എന്താ സല്ലു അതിപ്പോ കൊണ്ടുപോട്ടത് എന്നെ കണ്ണു വെക്കൂടാ. ഇല്ല, stuck ആയി. പോയി. ജുഡ്ക ഞാൻ ഇരിക്കുന്ന നേരത്തെ അങ്ങോട്ടോ ആലോചിച്ചിരിക്കുന്നു. ഈ സൈഡിൽ ഇരിക്കുന്നവരെ കുഴപ്പമാന്ന് തോന്നുന്നു. ഞാനും ഇതേപോലെ തന്നെയല്ലേ. ഇപ്പോഴേ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഇറക്കി രണ്ടാമത്തെ കൈന്റെ ഉള്ളു. ഓക്കെ, അപ്പൊ ഞാൻ വെച്ച് സ്ഥലം തുടങ്ങിക്കോ. ലാമിയ. ആ, ലാമിയ പേരുണ്ട്. ലാമിയ. എങ്ങനെ എഴുതാലോ? ആ. 10. ലാവണ്യ. ലൈല. ഓ, എല്ലാരും പെൺകുട്ടികളെ പേരാ എഴുതിയത്. അടുത്ത ലാഹോർ. ലാഹോർ. ഒന്നും എഴുതിയിട്ടില്ല. ലങ്ക. ലങ്ക. ലഡാക്ക്. ലഡാക്ക്. വാവ്. ലങ്ക ഉണ്ട്. ശ്രീലങ്കയാണ്. ലങ്ക എന്നുണ്ടോ? ലങ്കാവില്ലല്ലോ. അതൊന്ന് ലങ്ക തഹനുണ്ട്. അതൊന്ന് അത് അതൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. ലങ്ക എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടോന്ന്. ശ്രീലങ്കയാണ് കേസ് ഉള്ളത്. ലങ്ക ലങ്ക പ്ലേസ് ലങ്ക പ്ലേസ് അടിക്കുമ്പോ ശ്രീലങ്ക കേസ് വരുന്നത്. അപ്പൊ ലവലേട്ടാ എഴുതാൻ പറ്റും. കുഴപ്പമില്ല. ഓക്കെ, പൂജ. തിങ്ങ ലവലോലിക്ക. അങ്ങനെ സാധനം ഉണ്ടോ? ഓ, സാധനം അത്രയും വലിയ സാധനം കിട്ടിയിരിക്കും. എന്റെ അവലായിട്ടും തിരി. ലഡു. ലൈറ്റ്. അതിനും 10 മാർക്ക്. ലൈറ്റ്. ലൈറ്റ് ഇംഗ്ലീഷ് അല്ലേ? അത് ഇംഗ്ലീഷ് അല്ലേ? അല്ല, ഇവിടെ ലൈറ്റ് കോമൺ ആയിട്ട് അതല്ലേ പറയാ. ആ, ആ, വെളിച്ചം. അപ്പൊ ഓക്കെ. അവിടെ വെളിച്ചമുണ്ട് നമ്മൾ പറയല്ലോ. അവിടെ ലൈറ്റ്. അതെ അതെ. വെളിച്ചൊരു തിങ്ങോ എനിക്ക് വെളിച്ചൊരു തിങ്ങല്ലല്ലോ. അതല്ല ബൾബിന്റെ ലൈറ്റ്. അതിന് ബൾബ്. ബൾബ്. ലൈറ്റ് വേറെ. ഓ, ഓ. അല്ല, അവര് 2 മാർക്കിനുള്ളതോടെ. പൂജ എടുക്കും. ഞാൻ തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഓക്കെ, അടുത്തത് ആനുവൽ. ലവ് ബേർഡ്സ്. എന്റെ ദൈവം. അതിന് മലയാളം ഉണ്ടോ? ഇല്ലല്ലോ. ലവ് ബേർഡ്സ്. മലയാളം പ്രണയ പക്ഷി. ആ, പ്രണയം. ജോഡി പക്ഷികൾ. സത്യം പറയട്ടെ, ഞാൻ ലാ വെച്ച് പലതും ആലോചിച്ചു. ഞാനും ലെപ്പേഡ് വരെ ആലോചിച്ചു. ലെപ്പേഡ് എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് യെസ് ഗൈസ്, ഞാൻ സ്കോർ അത് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ലവ് ബേർഡ് അക്സെപ്റ്റ് ചെയ്തെന്താ വെച്ചാൽ കോമൺ ആയിട്ട് അത് ലവ് പറയുന്നത്. ബേർഡ്സ് മലയാളം ഇല്ലല്ലോ. ലവ് ബേർഡ്സ് തന്നെയല്ലേ? ഓക്കെ, അതിനൊക്കെ 10 മാർക്ക്. എനിക്ക് 0. ഓക്കെ, മൂവി. ലവ് 24/7. ലങ്ക. ഏത്? ലങ്ക. സുരേഷ് ഗോപി. ലേലം.
ലേലം ഇവൻ ഈ രാഷ്ട്രം ലേലം പിന്നെ ഉണ്ടായിരുന്നല്ലോ അവരത്. ഞാൻ പിന്നെ 50 മാർക്ക് സ്കോർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. എന്നിട്ടെന്നാല് ഇത്രയും വലിയ അക്ഷരം ചെയ്തിട്ട് എങ്ങനെ മനസ്സിലായില്ല? അവരായിട്ട് ആദ്യ വിഷമല്ലേ. ക്ഷീണായി. ലാമിയ ലാമിയ, ലാഹോർ, ലൗലോലിക്ക, ലവ് ബേർഡ്സ്, ലവ് 24/7. ലാവണ്യ, ലങ്ക, ലഡു, ലങ്ക. ഓക്കെ ഓക്കെ. ലൈല, ലഡാക്ക്, നോക്കണ്ട ചെറുതായിട്ടൊക്കെ ലൈറ്റ് ഇതൊക്കെ കറക്റ്റ് ആണ്. ഇത് ലാ വെട്ടിക്കോളും. കാലാ കിട്ടിയോ? 3, 2, 1. പറയണം. ഷാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്ഷരമല്ല ഗൈസ്. ഏത് ഷാന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പശുവിന്റെ ഷാ ആണ്. എന്താ ഗൈസ് കിട്ടുന്നില്ലേ? ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഞങ്ങൾക്ക് ഇവിടെ നെല്ലും കിട്ടിയിരിക്കുന്നത്. ആനിമൽ വേർഡൊക്കെ ഉണ്ട്. ഓ എത്ര എണ്ണം ഉണ്ട്? ഷാ വെച്ചിട്ടാ ആലോചിക്കൂ ഗൈസ്. അവളായിട്ടാ ചിലപ്പോ അനന്തതയിലേക്കൊക്കെ നോക്കിയാൽ കിട്ടും. ഇതൊക്കെ നോക്കിയിട്ട് കിട്ടില്ല. സ്ഥലമുണ്ടോ? സ്ഥലം ഞങ്ങൾക്കറിയില്ല. ഞാൻ എന്റെ പണ്ടത്തെ ഒരു കോമഡി വേണ്ട പറയാൻ. ഷോണക്കാട്. ഷോണക്കാട് എഴുതിക്കോളൂ വേണമെങ്കിൽ ഗൈസ്. ഷോണക്കാട് വേണോ? സ്ഥലമുണ്ടോന്ന് അറിയില്ല, കേട്ടിട്ടുണ്ട്. അയ്യോ കോമഡി ആവും ചിലപ്പോ. അയ്യേ അത് ജീവിയാണോ അഞ്ജു? ആണോ? ടെലിപോർട്ട് ഒന്നും സംഭവം അല്ല ഞാൻ വേണം വരാം. ചെവി വേണ്ട 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 വേണ്ട. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഓ മൈ ഗോഡ്, ഞാൻ ശരിക്കോ ഫുൾ എഴുതി. ഞാൻ എല്ലാം എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് ആലോചിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ ഫോൺ എടുത്ത് നിൽക്കാം പറഞ്ഞു. ഓക്കെ. പേര് ശശി. പോയി ശശിന എഴുതി. എന്റെ മക്കളെ ശാപിച്ചിട്ട് എന്തൊക്കെ പേരുണ്ട്. ശാരദ. ഓക്കേ, 10. അവനായിട്ടാണ് സ്കോർ ചെയ്തത്. എനിക്ക് 5. അവിടെ തന്നെ പോയി ഗൈസ്. അടുത്തത് പ്ലേസ്. ഷോളയാർ എന്ന് പറഞ്ഞ സ്ഥലല്ലേ? അത് ഷായ. അത് വാളയാറല്ലേ? അല്ല ഷോളയാറുണ്ട്. ഷാ വെച്ചിട്ടുണ്ട്. അത് ഷായാണ്. അപ്പൊ ഇത് എന്താ ഷായല്ലേ? ഇത് ഷാ. ഈ പറഞ്ഞത് ഷാമിയന്റെ ഷാ ആണ്. ഞങ്ങള് പറയുന്നത് ശശിന്റെ ഷാ. ഷാ. ഓക്കെ, അപ്പൊ ഷോളയാറില്ല. ഇല്ല സോളാർ 0. മറ്റേ ഷായാണ്. ഓക്കെ 0. ഷാ ചെറുതായിട്ട് മാറിപ്പോയിരിക്കുന്നു ഗൈസ്. ശംഖുമുഖം. ശംഖ്. ഓക്കേ, ഓക്കേ. ശർക്കര. ശ്രീകണ്ഠ. ആയിട്ടില്ലടാ. സ്ഥലം പറയട്ടെ. ശംഖുമുഖം പറഞ്ഞ ഞാൻ കേട്ട്. ജുൻക പറഞ്ഞില്ല. ശ്രീകണ്ഠാപുരം. ഉണ്ട് സ്ഥലം ശ്രീകണ്ഠാപുരം. ഓ നമ്മുടെ നാട്ടിലാണ്. ആണ്. ശരി ശരി. അവിടെ. അപ്പൊ ശ്രീലങ്ക എഴുതായിരുന്നല്ലോ. ശ്രീലങ്ക എഴുതിയിരുന്നു. അല്ല നേരത്തെ പോയതല്ല, അതുകൊണ്ട് ഞാൻ എഴുതാം. അയ്യോ അല്ലാണ്ട് ഓർമ്മ ഉണ്ടായിട്ടല്ല. ശർക്കര. ശംഖു ശംഖു. ശില്പം. ശില്പം. എല്ലാവർക്കും പറ്റും. അതെ. ആനിമൽ ഓർ ബേർഡ് എന്ന് പറയുമ്പോ ഈ ശംഖ് എന്ന് പറയുന്ന ഒരു ആനിമൽ ആണോ? അല്ലല്ലോ. അതിന് ജീവനില്ല. ജീവിയാണല്ലോ. ജീവിയല്ലേ? ആ, അപ്പൊ ശംഖ്. 5 5 ഷാർക്ക്. ഷാർക്ക്. സ്രാവുള്ളതുകൊണ്ട് അത് എടുക്കാം. ഓ ഷാർപ്പ് എഴുതി ബസറും അടിച്ച്. ഞാൻ വെട്ടണേ. സിനിമ ശേഷം. എടി എനിക്ക് മാത്രം സിനിമ കിട്ടാത്ത ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും. 2 എഴുതിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. ഓ അല്ല അത് എഴുതി ഒന്ന് പോയി നോക്കട്ടെ ഗൈസ് എന്താ എഴുതിയത്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. ഓ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ. എനിക്ക് ശേഷത്തിനും 10. അപ്പം 10 20 40 മുകളിൽ കറക്കില്ലല്ലോ കുറച്ച്. അനക്ക് എത്രയാ? 35. എനിക്ക് 30 ആണെന്ന് തോന്നുന്നു. 5 15 20 30. ശശി ഷോളയർ. ഇതോള് മറ്റേ ഷോണപുരം എഴുതിയ വരി. ശർക്കര. ശംഖിനെ സ്പെല്ലിംഗ് ഒക്കെ വളരെ തെറ്റാണ്, ഒന്നും പറയാനില്ല. ശംഖ് അങ്ങനെയൊന്നല്ല എഴുതാ. 5 5 10 20 30 മാർക്ക്. 30 മാർക്ക്. സല്ലുവിന് 30 മാർക്ക്. അമലേട്ടന് ശാരദ, ശംഖുമുഖം, ശംഖ്. ശംഖ് എല്ലാത്തിനും ശംഖല്ലേ. മൂവി മാത്രം കിട്ടിയില്ല.
പിന്നെ രണ്ടും ഒരേപോലെ എഴുതിയതുകൊണ്ട് 5 മാർക്ക്. അപ്പൊ 10, 20, 30, 35. ജുനുവിന് 35 മാർക്ക്. ശശി, ശ്രീകണ്ഠാപുരം, ശില്പം, ഷാർക്ക് 0, ശ്രീകൃഷ്ണ നക്ഷത്ര തിളക്കം 35. അങ്ങനെ എല്ലാവർക്കും ഓരോരോ പോയിന്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നേരം കറക്കണ്ടേ? അല്ല, വെച്ചിട്ട് 2 ജീവികളുടെ പേര് പറഞ്ഞിട്ട് ശീമപ്പന്നി, ശലഭം. ചിത്രശലഭം ഞാൻ ഉദ്ദേശിക്കുന്നത്. ശലഭം എന്ന് മാത്രം പറഞ്ഞു. പറയാനോ? ഓക്കെ, ആ ഷാ വെട്ടിക്കോളൂ. ഞാനാണ് കറക്കേണ്ടത് അല്ലേ? ഇയാണോ? ഏതാ? 3, 2, 1, go. നല്ല അക്ഷരം കിട്ടിയത്. അയ്യോ ഒന്നും കിട്ടുന്നില്ല. അയ്യോ ഞാൻ പോയി. ഞാൻ ചെയ്യണം. ജുനു തുടങ്ങിക്കോ. അതിന്റെ അകത്ത് ഒന്നുമില്ല പറഞ്ഞു. ഓക്കെ, ജുനു ഗാ വെച്ച് പേര് പറഞ്ഞു. തുടങ്ങിയോ? ഗോപി, ഗായത്രി, ഗംഗ. എന്താ ദൈവം വെട്ടിയത് നന്നായി. 10 മാർക്ക്. ഓക്കെ, എഴുതി വെട്ടിയത് 10 മാർക്ക്. 3 പേർക്ക് 10 മാർക്ക്. അടുത്ത പ്ലേസ് ഗംഗ. ഗംഗ. 5. ഗംഗ ഒരു സ്ഥലമായിരുന്നു. ഈ എങ്കായിരുന്നു ഇനി? ഒന്നുമില്ല ഗൈസ്, നത്തിങ്. ഗംന്ന് മാത്രമേ ഗം എന്ന സ്ഥലം ഉണ്ടോ? ഇല്ല. ഗവി. ഗവിൻറാ. ഗോവ. എന്നിട്ട് ഞാൻ എന്തിനാ ഗംഗ എഴുതി? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും പേര് അറിഞ്ഞിട്ട് എന്തിനാ ഗംഗ എഴുതി? ഓക്കെ, 0. 5 മാർക്ക്. സലൂന് 0. നെക്സ്റ്റ് തിങ്ങ് കേട്ടങ്ങൾ ഞെട്ടു ചെലപ്പോ. ഗേറ്റ്. എടാ, ഗേറ്റ് പറ്റൂ സാധനം. ഗേറ്റിന്റെ മലയാളം എന്ന് പറയാ കേട്ടോ. വാതില്. എന്ത് വാതിൽ നമ്മളിപ്പോ വീടിന്റെ മുറ്റത്ത് ഗേറ്റ് ഉണ്ടെന്നല്ല പറയാ. വാതിൽ ഉണ്ടെന്ന് പറയോ? അതെങ്ങനെ പറയാ? വളരെ നോർമൽ ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ. ഗ്യാസ്. അല്ല, ഒരുപാട് വാദമില്ലേ? പാചകവാതകം. അതാണ് ഗ്യാസ്. ഗ്യാസിനും കൊടുക്കാം. എന്നാ ഞാൻ വല്ല ഇംഗ്ലീഷിൽ എഴുതിയിടില്ല. എന്നാല് ഇതിപ്പോ നമ്മൾ നോർമൽ ആയിട്ട് സോറി, പറയുന്നത്. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഗീപാക്ക്. ഗീപാക്കിന് മലയാളം ഇല്ല. മൈസൂർ പാക്ക്. നെയ്വട അല്ല, നെയ്യിന്റെ സാധനം പറയില്ലേ? ഇല്ല, പറയില്ല. നെയ്യല്ലേ? ഒന്നെങ്കിൽ ആർക്കും മാർക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ എല്ലാവർക്കും മാർക്ക്. ഇത് ശരിയാവില്ല. ഇത് 3 ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കാം. ഒന്നിനും പറഞ്ഞു 3 ഞാൻ പറയണേ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഗൈസ് ഇതിനൊന്നും ഒരു പ്രശ്നമില്ല, മാർക്ക് അല്ല, ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇതെന്താ വെച്ചാല് 3 പേരും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കുകളാണ് എഴുതിയിട്ടുള്ളത്. അതിൽ കാക്ക് മാത്രമാണ് ഒന്ന് ഗീപാക്ക് വ്യത്യാസമായിട്ട് എഴുതിയിട്ടുള്ളത്. ഗീപാക്കിന് മലയാളം പറഞ്ഞോ? ഞാൻ മൈസൂർ പാക്ക് എന്ന് അറിയില്ല. അല്ല, മൈസൂർ പാക്ക് വേറെ വേർഷനാണ് ഗീപാക്ക്. മൈസൂർ പാക്ക് വേറെ, ഗീപാക്ക് വേറെ. ഗീപാക്ക് നെയ്പാക്ക്. നെയ്പാക്കാ? അങ്ങനെ ഗീപാക്കിന് മലയാളം. എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇവര് 3 പേരും ഓർക്ക് ഓക്കെ ആണെങ്കിൽ 10 മാർക്ക് എടുത്തോട്ടെ. കാര്യം 3 കൂടെ ഒരുമിച്ച് എന്തായാലും 10 എടുക്കുകയും ചെയ്യും. അതല്ല, അനക്ക് 10, അവന് 10, സലൂന് 10 ട്ടോ. ഗീപാക്കിന് ഗീപാക്ക് എന്നാ പറയാ. ആ, ഗീപാക്കിന് മലയാളം ഇല്ല. ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 0 ഇട്ടാ മതി. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ, അത് എഴുതുമ്പോ ശ്രദ്ധിക്കണം. ഓക്കെ. അടുത്ത സല്ലു ആനിമൽ ഒന്നും എഴുതിയിട്ടില്ല. ഒന്നും എഴുതിയില്ല ഗൈസ്. അവലായിട്ടും ആനിമൽ ഒന്നും എഴുതിയില്ല. ഗപ്പി. ഏത് ആനിമൽ? മീന്. ശരി. സിനിമയും ഗപ്പിന്നല്ലേ? ഗപ്പി നീ? ഞാൻ ഒന്നും എഴുതിയില്ല. ഞാനും ഗപ്പി തന്നെ എഴുതി. സിനിമ ഗപ്പി തന്നെ. അങ്ങനെ ഒരു സിനിമ ഇല്ല. പഠിക്കല്ലേ? അല്ല, എന്തോ ഓർമ്മ വന്നപ്പോ എഴുതിയാണ്. ഗംഗോത്രി എന്നുള്ള സിനിമയാണ് എഴുതിയത്. ഞങ്ങൾക്ക് അത്ര ഉറപ്പില്ല അങ്ങനെ ഒരു എനിക്കറിയില്ല, സിനിമ ഞാനെന്തോ ഉണ്ടോ. ഓർമ്മയിൽ എഴുതിയത്. സ്ത്രീക്ക് വേണ്ടി പഠിക്കാൻ തോന്നുന്നു. ഇല്ല തോന്നണ, ഞാൻ എന്തോ ഓർമ്മയിൽ എഴുതിയാണ്. അത് മലയാളം അല്ല ഉള്ളത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഗംഗോത്രി ഇല്ലാത്തന്നുണ്ട്. ആ സീനില് മലയാളം മലയാളം കാണുന്നുണ്ട്. ഉണ്ടല്ലേ? ഇല്ല ഗൈസ്, കന്നഡ തെലുങ്ക് പാടാൻ തോന്നുന്നു. അല്ലു അർജുന്റെ സിനിമയാണ്. പാടുണ്ട്, പക്ഷെ മലയാളം ഇല്ല. അപ്പൊ തെലുങ്കു. 0. ഓക്കെ, ഒരു ദുരന്തമായിട്ടുള്ള റൗണ്ട് ഇരുന്ന് ഗൈസ്. ഞാൻ ഗപ്പി. ടോട്ടല് 45. ഓക്കെ, എനിക്ക് ഭയങ്കര ദുരന്തമായിരുന്നു ഗൈസ്. 20 മാർക്ക് കിട്ടുള്ളൂ. 25 മാർക്ക്. 5 മാർക്ക് വ്യത്യാസം. ഇപ്പൊ ലാസ്റ്റ് കൂട്ടി നോക്കിയാലേ അറിയുള്ളൂ ആരാ ശരിക്കും വിന്നർ എന്നുള്ളത്. അപ്പൊ guys, ഞാൻ
അതൊന്നല്ല എന്റെ പോയിന്റ് റൗണ്ടിനാ കഴിഞ്ഞ 2 റൗണ്ടിന്റെ പോയി. ഇത്രയും ഇതിന്റെ വേണ്ട ആവശ്യമില്ല. എങ്ങനെയൊക്കെ ജയിക്കാൻ ആൾക്കാർ അറിയാലോ. അതെനിക്ക് ഞാനായിരിക്കില്ല പക്ഷെ ഇത് പറഞ്ഞു എന്നെ തോൽപ്പിച്ച് കഴിച്ചു. എനിക്ക് ഉറപ്പാ എടാ ഈ ഇടയെ കൂടെ കൊണ്ടുപോകല്ലേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ ഗാ വിട്ടാണ് ഞാൻ അടുത്തേക്ക് ഞങ്ങൾ വേട്ടെ അവക്ക് എങ്ങനെ കിട്ടോ 3, 2, 1 ഗോ. എഴുതാൻ 3, 2 പറയുമ്പോഴേ എഴുതാൻ ആ പാടില്ല. ഓക്കെ ഓക്കെ. ഓ 3, 2, 1 ഗോ. ജിൻക മുന്നേ എഴുതി തുടങ്ങരുത്. സോറി സോറി മനസ്സിലായില്ല. ഒരു 0 കൊടുക്കാം നമുക്ക്. പേര് വെട്ടി എഴുതിക്കാൻ ജിൻക അല്ലെ 0 തരും. സൃഷ്ടിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഞാൻ കൊണ്ടുപോട്ടെ. തടയിക്കോ. പേര് പപ്പു. ഇങ്ങോട്ട് നോക്കരുത്. ക്രിസ്ത്യൻസ് പപ്പൻ. അയ്യോ പാപ്പൻ ഇതിന്റെ ആവശ്യമില്ല എനിക്ക്. വേറെ പെട്ടെന്ന് കിട്ടണ്ട. സ്ഥലം പാണ്ടിക്കാട്. ആ പാണ്ടിക്കാട്. പാണ്ടിക്കാട് മലപ്പുറം. മലപ്പുറത്തുള്ള സ്ഥലം പാണ്ടിക്കാട്. പമ്പ. ആ ഞാൻ പാലാഴി. ഓക്കെ. കോഴിക്കോടല്ലേ? കോഴിക്കോടെത്തി. വയനാട് ഇറങ്ങി. ഓ ഇതെനിക്ക് സംശയമുണ്ട് ജൂനോ ഉണ്ടോന്ന്. തിങ്ങ് പപ്പടം. അല്ല ഇഷ്ടപ്പെട്ട സാധനം അതാണ്ടാ. പാല്. പാല്. ഓക്കെ. പാത്രം. പാമ്പ്. പുലി. ഞാൻ എഴുതി തുടങ്ങുമ്പത്തേന് തീർന്നു. കത്തിച്ചടാ. സിനിമ അല്ല എനിക്ക് 10. സിനിമ ഞാൻ പാന്ന് മാത്രമേ എഴുതിയുള്ളൂ. അങ്ങനെ സിനിമ ഉണ്ടോ? ഇല്ല. ഇല്ല പുലി മുരുകൻ. ഞാൻ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. ഞാൻ വിചാരിച്ചത് അത് എഴുതി ഒത്തിരി നേരം കൊണ്ട്. ഞാൻ സ്പീഡിലേക്ക് ഓക്കെ ഗൈസ് അപ്പൊ 10, 20, 30, 40. എനിക്ക് 40 മാർക്ക്. ഓ അയ്യോ 3, 2, 1 ഗോ. അയ്യോ മറ്റേ പൂജൻ ഡായല്ല കേട്ടോ, ഇത് ഡാ എന്നുള്ള ഡായാണ്. ഡാഡ. വെച്ചൊന്നും പറയൂ. എസ് എന്നുള്ള ഡായാണ്. സ്പെല്ലിംഗ് തെറ്റാൻ നല്ല ചാൻസ് ഉള്ളത് ശ്രദ്ധിക്കണം. ഞാൻ ഒരുപാട് തെറ്റിയതാണ് ഗൈസ്. ആര് ജയിക്കും ആര് തോൽക്കും? നിങ്ങൾക്ക് മൃഗം കിട്ടിയോ? ബേർഡ് കിട്ടിയോ? അപ്പൊ ആൾക്കാർ മാത്രമേ കിട്ടാണല്ലേ. അല്ലപ്പോ അവസരടിക്കുന്നു. അത് പറ്റില്ല. ആദ്യമായിട്ടാണ് ഒരു ഭീകരൻ, കൊടും ഭീകരൻ. ഞാനൊന്ന് എഴുതാൻ പോകുമ്പേ അതിനെങ്കിലും ഓക്കെ തുടങ്ങിയതാ. നെയ്മ് ടിനീട്ടോ. ഓക്കെ ഓക്കെ ഡിംപിൾ. തെറ്റാ. അത് ആ ഡായല്ല. അല്ല വേറൊരു കാര്യമുണ്ട്. പേരില് നമുക്ക് ഡിംപിളിന്റെ പേരിട്ടിട്ട് ആ അക്ഷരം കൊടുത്തിട്ട് മലയാളത്തിൽ എഴുതുന്നവർക്ക് അല്ല അങ്ങനെയാവുമ്പോ പേര് ഓക്കെ. ഓക്കെയാണ്. പേര് നമുക്ക് എന്തുടാം. പേരിന് 10 ഇട്ടോ. ടിപ്പു. നല്ല ടിപ്പു സുൽത്താനാ. ടിപ്പു അത്രേ ഉള്ളൂ. പ്ലേസ്. ഡെറാഡൂൺ. അയ്യോ ആ ഡൂ അല്ലേ? അത് പൂജ്യം. അനക്കെന്താ? എനിക്ക് സ്ഥലത്തിന്റെ പേരില്ല. ടിപ്പു നഗർ. അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട് guys, മണ്ണാർക്കാട്. ടിപ്പു നഗറോ? ആ ടിപ്പു നഗർ ഉണ്ട്. അടിച്ചോക്കണോ? മൈസൂരായിരിക്കും. അല്ല മണ്ണാർക്കാടോ? ആ മണ്ണാർക്കാട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ടിപ്പു നഗറല്ലേ? ആ ഉണ്ടാവും. ആ എന്നാ ഓക്കെ. കണ്ടോ? ആ ഞാൻ കണ്ടതാ. ടിപ്പു നഗർ ഉണ്ട് ഗൈസ്. ഈ എഴുതിയോണ്ടാണ് പ്രശ്നം. മണ്ണാർക്കാട്. ബാംഗ്ലൂരും ഉണ്ട് ടിപ്പു നഗർ. ആണല്ലേ? ആ ഓക്കെ ഓക്കെ. ഇതാ guys. അപ്പൊ ടിപ്പു സുൽത്താൻ പോയി. സന്തോഷായി. ഓക്കെ ഇനി അടുത്തത്. അയ്യോ Think. ടാർ. അല്ല ടാർനാട്ടാ അല്ലല്ലോ. അല്ല ടാറിനാട്ടായാണ് ഈ എസ് തിരിച്ച് ഈ ടാർ അങ്ങനെയല്ല. ആ ടാറിന്. ടാറാണോ? അതെ. അല്ല പൂജ്യം ടായാണോ? അല്ല അത് ധാറാണ്. അളിയാ 10 പോയിന്റ് പിന്നെ അല്ലെങ്കിൽ എന്താ? ടിപ്പർ. കറക്റ്റ്. ആ ഓ ടിപ്പർ. ജുൻകപ്പുണ്ടാക്കുക. ഒരു മിനിറ്റ്, ചെറിയൊരു എന്താ മിസ്റ്റേക്ക്. പറഞ്ഞോ? മിസ്റ്റേക്ക് അറിയാം. ഞാൻ ഡീസലിന് എഴുതി. നീ എന്തിനാ ബസ് അടിച്ചത്? എനിക്കൊന്നും എഴുതായിരുന്നു. എനിക്കൊന്നും എഴുതായിരുന്നു. ഇതേ ടാഗ് ഉണ്ടാവും പോയോ? എന്റെ നാട്ടിൽ സ്ഥലത്ത് സാരല്ലടാ. അപ്പൊ എന്റെ ഡെറാഡൂണും ഡീസലും തെറ്റി. പൂജ്യട്ടാള്. ഇവൻ തെറ്റ് എഴുതിയിട്ട് ഇവൻ ബസ്സറടിച്ചിട്ട് ഇവന് എഴുതാനുള്ള ചാൻസ് കൂടെ മിസ്സാക്കി. ഞാനൊന്നും എഴുതിയില്ല. അനിമലും പേടും. ആനിമൽ ബേർഡ് എന്താ എഴുതിയ എനിക്കല്ല ബസ് പഠിച്ച്. ഞാനല്ലേ? ഞാൻ ഡോൾഫിൻ. അതുമല്ല
അതും ആ ഡാ അല്ല. എനിക്ക് മനസ്സിലായി മനസ്സിലായി. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എഴുതേണ്ട ഡാ എന്ന് പറയുന്നത് നമ്മൾ എഴുതേണ്ട ഡാ ഇതാണ്. പക്ഷെ ഈ ഡോൾഫിന്റെ ഡാ ഇതാണ്, ഡീസലിന്റെ ഡാ ഇതാണ്, ഡെറാഡൂണിന്റെ ഇതാണ് അല്ലെ. എവിടെ ഡെറാഡൂൺ? അല്ലല്ല, അത് ടെറാഡൂൺ ആണ്. ഇത് ടെറാഡൂൺ എന്നാണ് അവൻ എഴുതിയത്. അപ്പൊ ഈ ഡാ വെച്ചിട്ട് വേണേ മിക്സ് ആയി പോയി, അതുകൊണ്ട് ഇതിനൊന്നും മാർക്കില്ല. ഡ്രീംസ് ആ ഡ്രീംസ് എന്ന് പറയുന്നത് സത്യം പറയട്ടെ, എനിക്ക് അക്ഷരം മാറിപ്പോയതാണ്. മുന്നിലൂടെ തിരിച്ചു വെച്ചിരിക്കുന്നത്. അത് മനസ്സിലായി, എനിക്ക് മാറിപ്പോയതാണ്. ഏത് മൊത്തത്തിൽ എഴുതുമ്പോ ശ്രീക്ക് അന്ന് തെറ്റിയില്ലേ ഒരക്ഷരം? മൊത്തം തെറ്റിപ്പോയ പോലെ ഒരു ടാ മൊത്തം തെറ്റി. അതിലിപ്പോ പേര് മാത്രമാണ് കിട്ടിയുള്ളൂ അല്ലേ? അതെ, 10 മാർക്ക്. ബാക്കിയൊക്കെ മറ്റേത് വെച്ചിട്ട് എഴുതിയത്. നിങ്ങൾക്ക് എത്ര ഉണ്ടാ? അത് ഈ ഇപ്പൊ എവിടെ എത്തിയത്? ആനിമൽ പാടി ആരും എഴുതിയില്ല, ഈ ഒന്നും എഴുതിയില്ല. ജുനുവിന് ആകെ 10 കിട്ടിയെങ്കിൽ അത് ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ കോമഡി എന്താ വെച്ചാൽ ആദ്യം ബസ് അടിച്ചത് ജുനുവിന്റെ. ഡ്രീംസിന് ഡ്രീംസ് എഴുതി വെച്ചിരിക്കുന്നു. സാലൻക ഇല്ല, അടുത്ത പ്രാവശ്യം പിടിക്കാം. ഡോൾഫിന് ടോൾഫിന് ആ മൂവിന്റെ ടിയാൻ ടിയാൻ 5 മാർക്ക്. അപ്പൊ guys, നിങ്ങൾ തമ്മിൽ കോപ്പി അടിക്കണ്ടോ? ഇല്ല, 5 ഉണ്ടെങ്കിൽ 5 ഇടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ടോ? guys, അപ്പൊ ടാ വെട്ടിട്ടോ. ടിയാനും ഡ്രീംസും. ഓക്കെ, ഓക്കെ. എനിക്ക് 35. എനിക്ക് 10. ജയത്തിലേക്ക് എടുക്കുന്നു. ഉറപ്പല്ലോ ജയിക്കുന്നുള്ളത്. ഒരു 10 കിട്ടിക്കഴിഞ്ഞാൽ ജുൻക ഈ ചാലഞ്ച് പിന്നെ നോക്കണ്ടെന്നുള്ളതാ. എന്താ പൊട്ടി എനിക്ക് അനുഭവം ഉറപ്പല്ലേ? അങ്ങനെയൊന്നുമില്ല. കറക്കണ്ടാരാ? ഇയാൾക്കണ്ടേ? ഞാൻ ആക്കണ്ടേ? ഒരു മിനിറ്റ്. അടച്ചോനെ. ഓ 3, 2, 1, go. ഓക്കെ, എന്നാ അവരോട്ട് തുടങ്ങിക്കോട്ടെ. പേര് പറയൂ. തുടങ്ങിയോ? ഓക്കെ, സല്ലു. സ്വന്തം പേര്. ഓക്കെ, സാഗർ. ആ, സിനിമ വിളിക്കാം. സ്ഥലം സ്ഥലം സിക്കിം. ശ്രാമ്പ്യ. ഞാൻ എഴുതിയില്ല, എഴുതുമ്പോ പോയി. സാമ്യ കേട്ടപ്പോ തന്നെ ജുനുവിന്റെ കാറ്റുപോയി. തിങ് സോപ്പ്. സവാള. എഴുതിയില്ല. അയ്യോ ജുനു. നേരത്തെ 10 കിട്ടിയതോട് പോയടാ. അതെ, അതോടെ പോയി. ആനിമൽ പറഞ്ഞോ. സിംഹവാലം. ഇതെങ്ങനെയാണ് എഴുതി? എന്താ എഴുതി? ഞാന് സർപ്പം. ഔ, ഞാൻ സിംഹം. ഓക്കെ, അപ്പൊ 10. 10. മൂവി സത്യം. എഴുതിയില്ല. ഞാനും എഴുതിയില്ല. ഓക്കെ, അപ്പൊ 20. അപ്പൊ എനിക്ക് 40. ആദ്യമായിട്ട് അവരുടെ ഒരു അഭിപ്രായം കിട്ടി. സല്ലു 10. ശ്രാമ്പ്യ. ഓ, സാസ്രാന്നാ ഞാനത് വായിച്ചത്. ശ്രാമ്യ 10. സോപ്പ് 10. ബോപ്പ് എന്നാണ് അത് എഴുതിയത്. സോപ്പാണ്. സ്പീഡിൽ എഴുതുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ബോപ്പ് 10. ഓക്കെ, സോപ്പ് 10, സർപ്പം 10, സിനിമ എഴുതിയിട്ടില്ല. അപ്പൊ ടോട്ടൽ 40. 40. അവലേട്ടന് സരസു, സിക്കിം, സവാള, സിംഹവാലം, കുരങ്ങ്, സത്യം എല്ലാത്തിനും 10 പോയിന്റ്സ്, 50 പോയിന്റ്സ് ആയി. ഇതിലെവിടെ കൊരങ്ങ്? സിംഹവാലം. സോപ്പ്. അതെ, മാമനോ? അതായത് സിംഹവാലം പാവെന്നാണ് വായിക്കാൻ വന്നത്. സ്പീഡിൽ എഴുതുമ്പോ അങ്ങനെയാണ്. ആ, കുഴപ്പമില്ല. എനിക്ക് വായിക്കാൻ പറ്റും. ആ, കുഴപ്പമില്ല. അടുത്തത് ജുനുവിന്. സാഗർ. ഓ, സാഗർ സാഗർനാണ്. ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കണേ. അയ്യോ, വന്ന് നോക്കിയാ നന്നായി. അതങ്ങനെ വെക്കാൻ പറ്റില്ല, മലയാളത്തിലല്ലേ എഴുതാ. പക്ഷെ ഇനി ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പ്ലേസ് തിങ് എഴുതിയിട്ടില്ല. ആനിമല് സിംഹം എഴുതി, മൂവി എഴുതിയിട്ടില്ല. അപ്പൊ 20 മാർക്ക് കേട്ടോ. ഗൈസ്, ഇനി ആകെ കൂടെ 4 അക്ഷരമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഒരു അക്ഷരം തരാം. നല്ല കട്ടിയുള്ള അക്ഷരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത അക്ഷരം. പൊട്ടിയിരിക്കുന്നു ഗൈസ്. ഓക്കെ,
വായിച്ചോളൂ. സല്ലു തുടങ്ങിയോ? ജാനു. ജലജ. ജീവൻ. എടാ, സ്ഥലം ജമ്മു കാശ്മീർ. ജയ്പൂർ. ജാർഖണ്ഡ്. സമാധാനം. 10. ജാർഖണ്ഡിൽ മറ്റേ ഝാർഖണ്ഡ് ജാ 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 ഞാൻ കൂടി ഉള്ളതാ. ജീരകം. 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 എന്തൊക്കെ സാധനങ്ങൾ ജനാൽ. ഇവൻ കൂടെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. മനസ്സിലാക്കി. ആനിമൽ ജാ. എന്ത്? ജാ. ഓ എഴുതിയിട്ടില്ല എന്നർത്ഥം. ജാ ഞാൻ ജാ യോ. ജലസിംഹം. നരസിംഹ അല്ല കടൽ സിംഹല്ലേ മറ്റേ സാധനം ചെറുത്. ഇവനെ ഞാൻ കൊല്ലട്ടെ. സീലാനുണ്ട് നോക്ക്. അല്ല ഒരു മിനിറ്റ്, അത് കടൽ കുതിരല്ലേ? അല്ല അതെന്തോ ഉണ്ട്. കടൽ കുതിര അല്ല, കടൽ സിംഹം. അത് ജലസിംഹം. ഒരു മിനിറ്റ്. കടൽ സിംഹം എന്നാ അതിന്റെ പേര്. അതോ ജലസിംഹം ആക്കി നാം പറയുന്നത്. അധികം ശ്രദ്ധിക്കാൻ ഞാൻ 10 മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ. അല്ല ഫ്ലോ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കൂ ഗൈസ്. കടൽ കുതിര ഞാൻ ജലകുതിര ബസറും അടിച്ച് മൂവി ഇനി ഒന്നുമില്ല. 0. ഞാൻ ജയഹേ. ജയഹേ. ജനപ്രിയ. ജയഹേ ജയഹേ പുതിയ മറ്റേ ജയഹേ ഉണ്ടോ സംശയമില്ല. അത് ജയല്ലേ ജനഗണമനയിക്കും. അതെ. ബേസിലാണോ? ആ വയസ്സില്ലേ? അതിന്റെ വേറെ പേരല്ലേ? അല്ലല്ല ആണ്. ആരാ ബസറടിച്ച് ചെയ്യല്ലായിരുന്നു? ആണ്ട് ജയ എനിക്ക് ഉറപ്പാ. ജനപ്രിയനാണ്ട് 10. ജയ 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 അതാണോ ഈ ജയ പറഞ്ഞേ? ജയഹേണ്ട്. സിനിമ മലയാളം. ഹിന്ദി ജയഹേ ജയഹേ. അതല്ല ഈ ജനഗണമന അതല്ല. ജയ 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 ഹേ. അതാണല്ലോ നീ ജയഹേന്ന് എഴുതി. അത് പറ്റില്ല. ആണ്. ചാകണം. അതായത് ജയ 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 ഹേ അങ്ങനെയാണ് ആ സിനിമയുടെ പേര്. അങ്ങനെ ഗൈസ് ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ റൗണ്ട്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയത്? എനിക്ക് 25. എനിക്ക് 30 കിട്ടിയോ? 35. ഇനി ടോട്ടൽ നമുക്ക് കൂട്ടിയിട്ട് ആരാണ് ഇതിലുള്ള വിന്നർ നോക്കാം. ഹൃദയം പിടിക്കുന്ന കേസ്. അപ്പൊ ആരാണ് ഫസ്റ്റ് പറയാലേ? കൂട്ടിക്കോ. ഓക്കെ ആദ്യത്തെ റൗണ്ടിക്ക് 25. 25 കറക്റ്റ് കൂട്ടണേ. രണ്ടാമത്തെ 50 പ്ലസ് 35 അടച്ചോനെ 35 പ്ലസ് 40 വലിയതാണേ. 45. ഈ കണ്ണ് വെച്ചോടത്ത് മുതൽ 10, 20 ഒക്കെ ഉള്ളു. 50 50 അല്ല ഇവിടെ നിന്നല്ലേ പിന്നെ കണ്ണ് വെച്ച് ഇവിടെ കണ്ണ് വെച്ച് 30 20 40 പിന്നെ മുകളിലോട്ടാ 35 40 വെച്ചടി കേട്ടത്തില്ല 25. ഇത് ഉറപ്പ്. ടോട്ടല് ടോട്ടൽ 435. എനിക്ക് ഒരു ജൂനുവിന് എന്തായാലും എനിക്ക് ഉറപ്പാ 450 നോക്കാം. നോക്കിക്കേ അടുത്ത്. ഇനി അവലേട്ടന്റെ കൂട്ടാട്ടോ. 40 പ്ലസ് 20 40 35 35 30 35 25 കളിയില്ല 45 25 50 ഒരു 35. ഇത് ഉറപ്പാ ജൂനി ചേച്ചി. 45 40 35 ചേച്ചി 40. ഓ ഫുൾ വലിയ സംഖ്യ. താഴത്തേക്ക് പോകണം. 30 30 35 45 35 10 20 30 കൈ 395. ഇതില് തേർഡായിരിക്കുന്ന ജുൻകാണ്. ചെറിയ ചെറുതായിട്ടൊരു ഡാ മാറി. ഞാൻ അടുത്ത സെക്കൻഡ് ആയിരിക്കുന്നത് അമലേട്ടനാണ്. അത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടായിരുന്നു. 20 പോയിന്റ്സിന്റെ വ്യത്യാസത്തിൽ സല്ലു
സമ്മാനമൊന്നുമില്ല. സമ്മാനക്കാക്ക നമുക്ക് എന്താ തന്നിട്ട് ഒന്നും തന്നില്ലല്ലോ. അപ്പൊ ഒന്നുമില്ല. 2-3 ബസറ ഒരുമിച്ച് അവിടെ വെച്ചിട്ടുണ്ടോ? അതാ ആ ബസറോടെ. ഒരുമിച്ച് അമർത്തി ആഘോഷിക്കണം. വേണ്ട. Guys, അമലേട്ടൻ ജയിക്കായിട്ട് അഞ്ചിക്ക് നല്ല വിഷമമുണ്ട്. സത്യമായിട്ടൊരു വിഷമല്ലേ. കാര്യം ഇന്റെ സൈഡിൽ ഞാൻ ജയിക്കാറുണ്ട്. അവളുടെ സെക്കൻഡ് പോലും ആവും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാനും അപ്പൊ ഇതൊരു വിജയാണ്. അതെ, ഇതൊരു വിജയാണ്. ചെല്ലാണ്ട് അജയത്തിനെ പറ്റി എന്ത് പറയുന്നു? ഫസ്റ്റ് റൗണ്ടിൽ പാളിയപ്പോ ഞാൻ വിചാരിച്ചു ഗൈസ് ഫുൾ പാളിന്ന്. പക്ഷെ ആരൊക്കെ തന്ന ഊർജം കൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഊർജം കൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഇതിനു മുന്നേ അപ്പളേ പറഞ്ഞിട്ടുണ്ട്, വലത്തേക്കായി വരയ്ക്കുന്നുണ്ട്, ഇടത്തേക്കായി അടിക്കുന്നത്. ഞാൻ ബസറടിച്ച കുറവാ, ഏറ്റവും കൂടുതൽ ബസറടിച്ച് ചെയ്യാം അല്ലേ? ശരിയാ. പക്ഷെ ബസർ അടിച്ചിട്ട് അങ്ങനെയാണ്. ഡോൾഫിൻ ഡോൾഫിൻ ഡ്രീംസ് അങ്ങനെ 20 മാർക്കിന്റെ വ്യത്യാസത്തിൽ തോൽവിയെ നേരിട്ട് കണ്ടപ്പോൾ എന്ത് തോന്നി? ഞാൻ തേർഡ് ആവുന്ന വിചാരിച്ചതാണ്. സെക്കൻഡ് ആയി എനിക്ക് വളരെയധികം സന്തോഷം. എല്ലാവരും സന്തോഷം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ന പിൻഗാമിയായതിൽ എന്ത് തോന്നുന്നു? എന്റെ പിൻഗാമിയതിൽ ഞാൻ വളരെയധികം അഭിമാനം. കാരണം ഈ തേർഡ് മാത്രമേ ഞാൻ തേർഡിലേക്ക് പറയാം. സെക്കൻഡ് പാർട്ട് ആവാം. ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ നിൽക്കല്ലേ? പാർട്ട് 2 കുറച്ചുകൂടി കഠിനമായ വാക്കുകൾ വേണം. അതാ ഞാൻ പറയാൻ വന്നത്. ഇതിലും 3-ാം സ്ഥാനത്ത് സാരല്ലടാ. ഒരുമിച്ചാണല്ലോ. അടുത്ത നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വെച്ചു. ചോദിക്കാണ്ട് എന്റെ ജയത്തെ പറ്റി 2 ബൈക്കിലും കൂടെ ഒരു ശബ്ദമേ വാട്സക്കാൻ പാടുള്ളൂ. പറഞ്ഞോ എന്റെ ജയത്തെ പറ്റി എന്റെ അഭിപ്രായം എന്താ? ഞാൻ പറയാം. തുടക്കത്തിലെ നിങ്ങൾ പറയണ്ട. ഇവൻ ജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇവന്റെ മൂക്ക് കണ്ടപ്പോ ഞാൻ ഇവൻ ജയിക്കും. ഇത് ലാസ്റ്റ് കൊണ്ടുള്ളപ്പോ എനിക്ക് മനസ്സിലായി പോക്കാണ്. ഇവൻ സെക്കൻഡ്, ഇവൻ ഫസ്റ്റ്, ഞാൻ ലാസ്റ്റ് വിചാരിച്ചു. പക്ഷെ മൊത്തത്തിൽ മാറി. സെക്കൻഡായി അതൊരു ഡാം ഉണ്ട്. ഇവൻ ലാസ്റ്റ്. പറയും എന്റെ ജയത്തെ പറ്റിട്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എനിക്ക് ആദ്യം ജയിക്കുന്നുള്ളത് ജയ് സൽമാൻ. അപ്പൊ ഗൈസ് വളരെ നല്ലൊരു ചാലഞ്ച് ആയിരുന്നു. ഇനി സെക്കൻഡ് പാർട്ടിൽ എനിക്ക് താല്പര്യമുണ്ട്. നെക്സ്റ്റ് അടിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. This is Shamya. This is Sanjita.